ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും കൃഷ്ണാസ് വേയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ തിരുവാതിര ദിന ആശംസകൾ ആദ്യം തന്നെ നേർന്നുകൊള്ളട്ടെ. ഇന്ന് ഞാനൊരു തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ ലളിതമായി സ്വാദിഷ്ടമായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ രണ്ട് പച്ചക്കറിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മമ്പയർ, വെള്ളപ്പയർ എന്ന് പറയുമ്പോൾ കുറച്ച് വെളുത്തിരിക്കും. ഇത് മമ്പയറാണ്, മണ്ണിൻ്റെ നിറമാണ്. പിന്നെ എനിക്ക് ഒരു പച്ചമുളക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന മത്തനാണ്, മത്തമ്പടി ഉണ്ടായ മത്തനാണ്. ഒരു മത്തൻ മുറിച്ചതിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് ഒരു പപ്പായ, ചെറിയൊരു പപ്പായയാണ്. പിന്നെ മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. അതേപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ നാളികേരം. ഏറ്റവും ഒടുവിൽ ചേർക്കുന്നതിന് കുറച്ച് നാളികേരം, ഒരു പിടി നാളികേരം നിർബന്ധമേ അല്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. അത് ഞാൻ ആ സമയത്ത് അറിയാലോ. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ഈ പയറിനെ ഒരു 4 വിസിലടിച്ച് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അതുപോലെ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. വെള്ളപ്പയർ 4 വിസിലടിച്ച് വേവിച്ച ശേഷം ഞാൻ അതിനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് മമ്പയർ ആയതുകൊണ്ടാണ് ഇതിൻ്റെ നിറം ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ചുവന്ന കളറിലിരിക്കുകയായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. ഇത് ലേശം വലിയ കഷ്ണം, പുഴുക്കായതുകൊണ്ട് തന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നോക്കിയിരിക്കുന്നത്. ഏകദേശം 200 ഗ്രാമോളം ഞാൻ പയറെടുത്തിട്ടുണ്ട്. പപ്പായക്കാണ് കുറച്ച് കൂടുതൽ വേവ്, അതുകൊണ്ട് അത് അടിയിൽ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ശേഷം മുകളിൽ നമുക്ക് ഈ മത്തനും കൂടി ചേർത്ത് കൊടുക്കണം. മത്തൻ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ട് നല്ല ഇവിടെ ഉണ്ടായ മത്തനാണ്, നല്ല മഞ്ഞ കളറാണ്. കാണുമ്പോൾ പച്ചക്ക് തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും, അത്ര ഭംഗിയാണ് ഈ മത്തന്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ 1 ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട്, അത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനൊന്ന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇത് പുഴുക്കായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ആവശ്യമില്ലല്ലോ. നമുക്ക് 1 ഗ്ലാസ് വെള്ളം മതിയാവും. വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ പുഴുക്ക് എന്തായി എന്നൊന്ന് തുറന്ന് നോക്കാം. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. മത്തനൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. എനിക്ക് പൊതുവെ പച്ചക്കറികൾ അധികം വെന്തുടയുന്നത് ഇഷ്ടമല്ല. അതുമാത്രമല്ല, കൂടുതൽ വേവിക്കും തോറും പച്ചക്കറികളുടെ പോഷക ഗുണം നഷ്ടപ്പെടും. അതുപോലെ തുറന്ന് വെച്ച് വേവിക്കുന്നത്. ഇപ്പോൾ ഇത് പാകത്തിനെല്ലാം വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എരിവും ഉപ്പും ഒക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ടത് കറിവേപ്പില തൂക്കി കൊടുക്കുക. കറിവേപ്പില ഞാൻ കുറച്ച് നന്നായിട്ട് ചേർക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള കറിവേപ്പിലാണ്, അതിൽ അഴുക്കോ കീടങ്ങളോ യാതൊന്നുമില്ല. ധൈര്യമായിട്ട് ചേർത്തി കൊടുക്കാം. ഇനി ഏറ്റവും ഒടുവിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് പുഴുക്കിന് ഏറ്റവും അധികം ടേസ്റ്റ് തരുന്നത്. അങ്ങനെ നമ്മുടെ പുഴുക്ക്, തിരുവാതിര പുഴുക്ക്, കുറഞ്ഞ പച്ചക്കറികൾ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. എത്ര പച്ചക്കറികൾ ഇട്ടാലും ഇല്ലെങ്കിലും എണ്ണം കുറഞ്ഞാലും ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.